ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഇന്ന് ഗാന്ധിജീന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ലീവാണ്. അതുകൊണ്ട് എനിക്ക് സ്കൂളില്ല. ഗായ്സ്, നമ്മൾ ഇന്ന് അബ്രൂന് ലീവ് ആയതുകൊണ്ട് എണീറ്റപ്പോ വൈകി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പുറത്തു പോവാണ്. നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെ സ്റ്റേഡിയത്തിൽ ഇഡലി കഫേ എന്നാണ് അത് വായിക്കുന്നത്. പക്ഷെ അത് ഇന്ത്യൻ ഡെലിക്കസി എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. ഈ അടുത്ത് തുടങ്ങിയാണ്, പക്ഷെ ഭയങ്കര സക്സസ്ഫുൾ ആണ്. കൂടുതലായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. ഇപ്പൊ ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ആയിട്ടുണ്ട്. അവിടെ ഒരു സെലിബ്രിറ്റി സ്പോട്ടാണ്. എപ്പോഴും ഞാൻ സ്റ്റേഡിയത്തിലൂടെ വൈകുന്നേരം നടക്കുമ്പോഴൊക്കെ സെലിബ്രിറ്റീസ് ഇങ്ങനെ അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന കാണാം. അപ്പൊ നമ്മളിപ്പോ അവിടെ പോയിട്ട് ആദ്യമായിട്ടാണ് പോകാൻ പോകുന്നത് കേട്ടോ. അവിടുത്തെ റേറ്റ് എന്താണെന്നോ അവിടുത്തെ ഐറ്റംസ് എന്തൊക്കെയാണെന്നോ ഒന്നും നമുക്കറിയില്ല. വലിയ ലക്ഷറി ആയിട്ടുള്ള ഫുഡിംഗ് ഒന്നും അല്ല. നോർമൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. എന്തെങ്കിലും വെറൈറ്റി അവിടെ ഉണ്ടോ എന്ന് നോക്കുകയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഓർഡർ ചെയ്തിട്ട് നമ്മൾ കഴിക്കാൻ പോവാണ്. ഇന്നത്തെ ഒരു ഡേ ഇൻ ലൈഫാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. മെട്രോ പാലത്തിന്റെ അടിയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് യു അടിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ സ്റ്റേഡിയം എത്തും. ലെഫ്റ്റ് അടിച്ച് ഇച്ചിരി പോകുമ്പോൾ തന്നെ നമുക്ക് ആ റെസ്റ്റോറന്റ് കാണാൻ പറ്റും. ഈ അടുത്ത് തുടങ്ങിയ ഒരു റെസ്റ്റോറൻ്റ് ആണ്, വെജ് റെസ്റ്റോറൻ്റ് ആണ്. അടിപൊളി, ഏകദേശം ഒരു രാമേശ്വരം കഫേനെയൊക്കെ നമുക്ക് തോന്നുന്ന രീതിയിൽ ആണ് അവർ സെറ്റാക്കിയിരിക്കുന്നത്. പക്ഷേ സംഭവം ക്വാളിറ്റി കൊണ്ട് അടിപൊളിയാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ആദ്യമായിട്ട് കയറാൻ പോവുകയാണ്. അവരാദ്യം ഈ ഒരു ചെറിയ പോർഷനിലേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ തിരക്ക് അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റാഞ്ഞിട്ടും അവരുടെ ബിസിനസ് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടും അവർ എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത പോർഷനിൽ ഇരുന്ന് കഴിക്കാം എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ പോകുന്നത്. നല്ല തിരക്കാണ്. നല്ല ഫുഡ് കിട്ടുന്നതുകൊണ്ടായിരിക്കണം നല്ല തിരക്കാണ്. നമ്മൾ ഡിജിറ്റൽ ആയിട്ടുള്ള ഓർഡർ അവിടെ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ക്യൂവിൽ നിൽക്കാണ്ട് നമ്മൾ ഡിജിറ്റൽ ആയിട്ടുള്ള ഓർഡർ അവിടെ നിന്ന് എടുത്തു. 3 ഐറ്റംസ് ആണ് പറഞ്ഞത്. അപ്പോൾ തന്നെ അതിൻ്റെ GPay പേയ്മെൻറ്റ് നമുക്ക് അതുവഴി തന്നെ കൊടുക്കാൻ പറ്റും. അങ്ങനെ കൊടുത്തിട്ട് നമ്മളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നമ്മുടെ ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട്. സ്റ്റാഫുകളൊക്കെ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ആൾക്കാർ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് നമുക്കവിടെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്ത് നമുക്ക് അങ്ങനെ ഓരോരോ ഐറ്റംസ് ആയിട്ട് കിട്ടി. ഉള്ളിലിരുന്ന് കഴിക്കാൻ പോവാണ്. ഇത് പൊടി ഇഡലി. അതിൻ്റെ പ്രസൻറ്റേഷനൊക്കെ നല്ല രസമുണ്ട്. നമുക്ക് നല്ല വാഴയിലൊക്കെയാണ് തരുന്നത്. അടിപൊളി ടേസ്റ്റും ആയിരുന്നു. പൊടി മസാല ദോശയാണ്, നല്ല ടേസ്റ്റ് ആയിരുന്നു. 3rd ഐറ്റം അവിടുത്തെ സ്പെഷ്യൽ പൊടി മസാല ദോശ. അതിനെന്തോ ഒരു ഫ്ലേവർ ചെറിയൊരു മാറ്റം ഉണ്ടായിരുന്നു, പക്ഷെ നല്ല കൂടുതൽ ടേസ്റ്റും ആയിരുന്നു. അപ്പോൾ ഈ 3 ഐറ്റംസുമാണ് ഞങ്ങൾ കഴിച്ചത്. നമുക്ക് 430 രൂപയാണ് ഈ 3 ഐറ്റംസ് കഴിച്ചതിന് അവിടെ ബില്ല് വന്നിരിക്കുന്നത് കേട്ടോ. പോരാത്തതിന് 2 അടിപൊളി ഫിൽറ്റർ കോഫി, സ്മൂത്തായിട്ടുള്ള കോഫി, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനത്തെ ഒരു നല്ല ഫിൽറ്റർ കോഫി നമ്മൾ കുടിക്കുന്നത്. അങ്ങനെ അവിടുത്തെ നല്ല ഫുഡൊക്കെ എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ചേട്ടൻ്റെ ഫ്ലാറ്റിൽ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. ഇന്ന് അബ്രൂന് ലീവാണ്. ഈ കാണുന്നതാണ് ചേട്ടൻ്റെ ഫ്ലാറ്റ്. എല്ലാ ഫ്ലാറ്റുകളിലും ഇങ്ങനെയാണോ എന്നറിയില്ല, പക്ഷേ ഈ ഫ്ലാറ്റിൽ 13 എന്ന് പറഞ്ഞ ആ നമ്പർ കാണുന്നില്ല. ഇതാണ് കൊച്ചിയുടെ വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. ഫ്ലാറ്റിൻ്റെ മുമ്പിലത്തെ കാഴ്ചയാണ്. വലിയ വലിയ ബിൽഡിങ്ങുകളും പിന്നെ കൊച്ചിയുടെ കാഴ്ച, മനോഹരമായ കൊച്ചിയുടെ കാഴ്ചയാണ് കാണുന്നത്. ഈ ബിൽഡിങ്ങിൻ്റെ അപ്പുറത്തായിട്ട് നമുക്ക് കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയം ഉണ്ട് കേട്ടോ. ഇതെന്താ മിച്ചർ? ഇതെന്താ സംഭവം? വാൾനട്ട്, ഈത്തപ്പഴം. ഇത് ഈത്തപ്പഴം. ഇതെന്താ? അത്തിപ്പഴം. അത്തിപ്പഴം അല്ലേ? ഓ, മാംഗോ ഡ്രൈ ആക്കിയത് അല്ലേ? ഓ, പംകിൻ സീഡ്. ഇത് വെറുതെ കഴിക്കാം അല്ലേ? ബദാം കഴിക്കുന്ന പോലെ ഉണ്ട്. പിള്ളേരത് അവിടെ കളിക്കുന്നു, അവരവിടെ എൻജോയ് ചെയ്യുന്നു. ആ സമയത്ത് ഞാൻ ഇവിടുത്തെ തിയേറ്ററിൽ ഇരുന്നിട്ട് ഒരു പടവും കണ്ടു തീർത്തു. പിന്നെ അതിനുശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് റിട്ടേൺ അടിച്ചു.